ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഇക്കാൻ്റെ അടുത്തേക്ക് UAE പോവുകയാണ്. നമ്മൾ 3 പേരാണ് പോകുന്നത്, ഞാൻ, ഐസൻ, ആബ്സ്. പിന്നെ ഈ ഒരു യാത്രയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഐസൻ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഐസൻ്റെ ആദ്യത്തെ ഫ്ലൈ ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. നടക്ക് പിന്നെ അവന് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞ് ആകെ മൊത്തത്തിൽ സീനാക്കിട്ടോ. എൻ്റെ ബാഗിലുള്ള വെള്ളമൊന്നും അവന് വേണ്ട, അവന് ഷോപ്പിലുള്ള വെള്ളം തന്നെ മതി. അങ്ങനെ അവസാനം പിന്നെ ഞാൻ 2 ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ആളില്ല. അങ്ങനെ പിന്നെ വേറൊരു ഷോപ്പിൽ പോയി അവന് വെള്ളം മേടിച്ച് കൊടുത്തു. എന്നിട്ടാണ് അവൻ നോർമലായത്. പിന്നെ ആൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ജോളിയായിട്ട് നടന്നോട്ടു. നന്നായിട്ട് കറങ്ങാണ്. രസല്ലേ? രസല്ല? അത് തണുപ്പുണ്ടോ? രസമുണ്ടോ ഇതിന്? ഇഷ്ടപ്പെട്ടോ? പിന്നെ അവനൊരു നിലക്കും എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ചുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഇതാ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി കണ്ട് അവിടെ ഒളിഞ്ഞിരിക്കുമായിരുന്നു. ആഫി പോയി എടുത്തു കൊണ്ടുവരികയാണ്. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു. പിന്നെ അവന് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് കളിക്കായിരുന്നു. മാഷാഅല്ലാഹ്. പിന്നെ എനിക്ക് തോന്നി ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവാൻ ഇനി 1.5 മണിക്കൂർ ഇനിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഫീഡിങ് റൂമിൽ പോയിങ്ങാണ്ട് ഇരുന്നാൽ കുറച്ചൊരു അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫീഡിങ് റൂമിൽ പോയിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ആൾ കുറച്ച് സൈലൻ്റായി. പിന്നെ എനിക്കാണെങ്കിൽ അവന് ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിൽ വരുന്ന രീതിയിലൊന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതെനിക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായി തോന്നി കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യാം. ഈ ചങ്ങായിനെ കൊണ്ട് മനുഷ്യൻ തോറ്റ് എല്ലായിടത്തും എന്തൊക്കെ കാണുന്ന. ഞാൻ അവസാനം ഫീഡിങ് റൂമിലേക്ക് വന്ന ഗൈസ്. ഇവിടെ ഫീഡിങ് റൂമാണ്. ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ടേബിളുണ്ട്. ഇവിടെ ഫോൾഡ് ചെയ്ത് വെക്കാം. പാല് വേണം. വിഷമപ്പം ഉമ്മ കോഴിയുടെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിക്കണം.
കിട്ടിയോ? കിട്ടിയോ? എന്നാ കഴിച്ചോ, കഴിച്ചോ. കണ്ട മീനുണ്ടോ അതില്? മീനുണ്ടോ? ആയിസലെ മീന് മീമി ഇതെവിടെ മീമി? ആ ഫ്ലൈറ്റ്, നമ്മുടെ ഫ്ലൈറ്റ് അതാ. അങ്ങനെ നമ്മുടെ ടൈമായി. നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐസ ഐസ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. സോ എക്സൈറ്റിംഗ്. ഐസൻ എയറോപ്ലെയിൻ എവിടെ? എയറോപ്ലെയിൻ നോക്ക്, എയറോപ്ലെയിൻ കണ്ടോ? എയറോപ്ലെയിൻ കണ്ടോ? ഐസൻ ഐസൻ ഐസ് ഐസൻ അവിടെ ബിസ്മില്ല കയറണ്ട, ബിസ്മില്ല. ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നടക്കി നടക്കി. എയറോപ്ലെയിനിലല്ല നമ്മള്? എയറോപ്ലെയിൻ അവിടെ, ഇതാണ് എയറോപ്ലെയിന്.
ജപ്പാനായതുകൊണ്ട് പിന്നെ നമ്മുടെ എയർ അറേബ്യ ഫ്ലൈറ്റ് ആയതുകൊണ്ട് മഗ്‌രിബിൻ്റെ ടൈമിൽ നമുക്ക് വെള്ളവും ഈത്തപ്പഴവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഗ്‌രിബിൻ്റെ ടൈമായപ്പോൾ ആകാശത്തിൻ്റെ കളർ നോക്ക്, ഒരുപാട് കളറുകൾ നിറഞ്ഞു നിൽക്കുന്നൊരാകാശം അല്ലേ. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നതിലേറെ ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂ. കുറച്ചൊക്കെ കുറുമ്പോ വാശിയൊക്കെ കാണിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഐസിന് ഉറങ്ങിട്ടോ. പിന്നെ ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് മുന്നായിട്ട് ഞാൻ ഉണർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഐസൻ ഉറങ്ങി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മുടെ ആഫി ഉറങ്ങി. ആഫി പിന്നെ ഉറങ്ങിയിട്ട് ഒരു രക്ഷയില്ലേനു, ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ നീക്കുന്നില്ല. അങ്ങനെ പിന്നെ രണ്ടുപേരും ഞാൻ ലാൻഡ് ചെയ്യണതിൻ്റെ കുറച്ച് മുന്നായിട്ട് എഴുന്നേൽപ്പിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ലാൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വേഗം എഴുന്നേറ്റ് കുട്ടികളെ സീറ്റ് ബെൽറ്റൊക്കെ ഇടിയിപ്പിച്ചു. പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രോബ്ലമാണ് ചെവിൻ്റെ പ്രശ്നം അല്ലേ. ഞാൻ മക്കളെ കാര്യത്തിലൊക്കെ അതിന് കുറേ ടിപ്സൊക്കെ നോക്കി വെച്ച് അതൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്ത് അവരെ സേഫാക്കി വെച്ച്. പക്ഷേ എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ല. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ചെവി. 2 ദിവസം കഴിഞ്ഞിട്ട് ചെവി വേദന പിന്നെ റെഡി ആയത്. അങ്ങനെ കുറേ ചെവി വേദന കാരണം തലവേദന വരെ വന്ന് ഭയങ്കര സീനായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷമുള്ള വീഡിയോസൊന്നും എടുക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു, നല്ല വേദന ഉണ്ടായിരുന്നു. ഐസന് ഇക്കാനെ മീറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അതിനൊന്നും ഒട്ടും കഴിഞ്ഞിട്ടില്ല, നല്ല വേദന ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, പ്ലെയിൻ ഇറങ്ങി കേട്ടോ. നമ്മൾ വന്ന പ്ലെയിനിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഐസനത് എയർപോർട്ടിലെത്തി. അവിടെ ഒരു സ്റ്റാച്യൂവിനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായി. അത് ഹൈമലൊക്കെ പോയിരുന്നു. പിന്നെ നമ്മൾ ലഗേജിന് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ലഗേജും കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പാപ്പ മോനോടെ ആപ്പിയാ എത്തും ചെത്തും ഉണ്ടാത്തേ എന്താ തിന്നാനത്തെ വാങ്ങണത്?